Hello all. So welcome to this video segment where we are going to discuss the question paper of May 25. May 2025 ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓഡിറ്റിംഗ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ക്ലാസ് ഒന്നുമല്ല, ഒരു മാക്സിമം ബ്രീഫായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാംസിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരവും ക്വസ്റ്റ്യൻസിനെയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. കൂടുതലായിട്ടും സെപ്റ്റംബറിലോട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്കും കൂടി ബെനിഫിഷ്യൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, happy and sad both seeing the paper. Happy because it's a very easy paper. നമുക്ക് നല്ല റിസൾട്ട് വരാൻ പ്രതീക്ഷിക്കുന്ന ഒരു അറ്റംപ്റ്റ് ആണിത്. കാരണം വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഫാക്ട് അതാണ് സാഡ്നെസ്സിനും കാരണം ഒരു BCom ലെവൽ ക്വസ്റ്റ്യൻ കുറച്ചായി പോയോ എന്നൊരു സംശയം. ജാനുവരി അറ്റംപ്റ്റ് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. Jan 2025 അറ്റംപ്റ്റ് വാസ് pretty സ്റ്റാൻഡേർഡ്. കുറച്ചൊരു ഫൈനൽ ടച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ട്വിസ്റ്റ് ഒക്കെ ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജാനുവരി അറ്റംപ്റ്റിന്. നമ്മൾ RTP MTPയിലൊക്കെ നമ്മൾ വീഡിയോസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാനുവരിയിൽ ഇത്രയും ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്ന് കഷ്ടപ്പെട്ടത് സെക്കൻഡ് ഗ്രൂപ്പിൽ കഷ്ടപ്പെട്ടത് ഈ ഓഡിറ്റിങ്ങിലാണ്, ജാനുവരി അറ്റംപ്റ്റിൽ. അതുകൊണ്ട് ഞാൻ RTP MTPയിലൊക്കെ May 25 എക്സാംസിന് വേണ്ടിയിട്ടുള്ള RTPDസിലൊക്കെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ അറ്റംപ്റ്റ് ടഫ് ആയതുകൊണ്ട് ഇത്തവണ എളുപ്പമാവാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമാവുമെന്ന് ആക്ച്വലി വിചാരിച്ചിട്ടില്ല. ഒരു BCom ലെവൽ ക്വസ്റ്റ്യൻസ് പോലെയാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇൻഫാക്ട് പഠിച്ചിട്ടുള്ള കുട്ടിക്ക് ഈ കേസ് സ്റ്റഡീസ് MCQസും ഫുൾ 30 മാർക്കിന് MCQ കേസ് സ്റ്റഡീസ് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് ഫുൾ തീർക്കാൻ വേണ്ടി പറ്റും. ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ. അപ്പോൾ അത് നല്ലതല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം BCom സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ആൻസർ BCom സ്റ്റാൻഡേർഡ് ആയാൽ പോരാ, ആൻസർ CA സ്റ്റാൻഡേർഡ് തന്നെ എഴുതണം. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാല്യുവേഷനിൽ ചിലപ്പോൾ ഒന്ന് പിടുത്തം വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സെപ്റ്റംബർ അറ്റംപ്റ്റിലോട്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസ് ആയിട്ട് എടുക്കരുത്. സെപ്റ്റംബറിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഈ May 25 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഓക്കെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സെപ്റ്റംബർ 25 പോകരുത്. നിങ്ങൾ Jan 25 സെപ്റ്റംബർ 24 May 24 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കൂടുതൽ നോക്കുന്നത് ഉചിതം. May 25 പോലത്തെ പേപ്പർ അപൂർവങ്ങളായിട്ട് ഇങ്ങനെ വീണ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റിംഗ് എന്ന് വിചാരിച്ചിട്ട് സെപ്റ്റംബറിലോട്ട് പോകരുത്. എന്തായാലും ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇപ്പോൾ സെപ്റ്റംബറിലോട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബ്രീഫ് അനാലിസിസ് നമുക്ക് നടത്താം. ഓക്കെ, സോ യെസ്, അതേ ഓർഡറിൽ തന്നെ പോവാം. നമുക്ക് ആദ്യം കേസ് സ്റ്റഡീസ് ചെയ്യാം. കേസ് സ്റ്റഡീസ് MCQസിന് ശേഷം ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ പോവാം. പിന്നെ എപ്പോഴും ക്ലാസ്സിലും RTP MTP വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന പോലെ കേസ് സ്റ്റഡി MCQ വീഡിയോസിൽ നമ്മൾ ഈ ചാടിക്കറിയിട്ട് കഥ ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് വരിക. ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കഥയിലോട്ട് പോയാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത്തവണത്തെ എക്സാമിൽ കേസ് സ്റ്റഡി വായിക്കേണ്ട ആവശ്യമേ ഇല്ല. കേസ് സ്റ്റഡി ഒന്നും വായിച്ചിട്ടെങ്കിലും നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കേസ് സ്റ്റഡി നമ്പർ 1 കഥയൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. നേരെ നമുക്ക് ഫസ്റ്റ് ഇതിലോട്ട് പോകാം. എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. May 25 RTP MTP വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവും. 1000 വട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തവണ ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിന് എക്സ്പെൻഡിച്ചർ ഓഡിറ്റും അതിൻ്റെ പ്രിൻസിപ്പിൾസും പഠിച്ചിട്ട് പോയിക്കോളൂ. RTPയിലും MTPയിലും ട്രെൻഡ് കാണുന്നുണ്ട്, ചോദിച്ചിട്ട് കുറച്ച് അറ്റംപ്റ്റ് ആയെന്നൊക്കെ അത് വന്നിട്ടുമുണ്ട്. സോ യെസ്, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ICI മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഒരു കുറച്ച് എഫേർട്ട് എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചത് കുട്ടിക്ക് എക്സംഷൻ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പേപ്പറാണ് ഓഡിറ്റിങ്ങിന്. അത് ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇങ്ങനെ പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. So dash is conducted to ensure that various programs, schemes, projects where financial expenditure have been incurred are running economically and are yielding the results expected of them എന്ന് ചെക്ക് ചെയ്യുന്നത് ഏത് ഓഡിറ്റാണ്? സംശയമില്ലാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ദിസ് ഇസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് അല്ലേ. ഗവൺമെൻറ് പ്രോജക്റ്റുകൾ, ഹ്യൂജ് ഫണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള പ്രോജക്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തേക്കുന്നത് അത് എക്സ്പെക്റ്റഡ് yield റിസൾട്ട് കിട്ടുന്നുണ്ടോ, പെർഫോമൻസ് ഓഡിറ്റാണ്. While conducting audit against provision of fund നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് auditor must check what? ഓഡിറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഓരോ എക്സ്പെൻഡിച്ചറിനും ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫണ്ട് രൂപീകരിക്കണം. ആ ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ അപ്രോപ്രിയേഷനിൽ നിന്നും മാത്രമേ സ്പെൻഡിങ് സംഭവിക്കാൻ പാടുള്ളൂ. മെയിൻ ഒബ്ജക്റ്റീവ് ബീയിങ് ആക്ച്വൽ സ്പെൻഡിങ് ഒരിക്കലും ഈ ഫണ്ടിനേക്കാളും എക്സീഡ് പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ അത് എവിടെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേറ്റ് കാണാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ B, we have to ensure that the expenditure incurred has been for the purpose for which the grant and appropriation has been provided and the amount of such expenditure does not exceed the appropriation made. ഫസ്റ്റ് ഐറ്റം എന്തുവാ? ദാറ്റ് ഈച്ച് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഇസ് കവർഡ് ബൈ സാങ്ഷൻ. ഇത് ഓഡിറ്റ് ഓഫ് സാങ്ഷൻസിൽ വരുന്ന സംഭവമാണ്.
സി പോയിന്റ് വന്നിട്ട് ഓഡിറ്റ് അഗെയിൻസ്റ്റ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഫിനാൻഷ്യൽ റൂൾസ് റെഗുലേഷൻസ് ഇഷ്യൂഡ് അഗെയിൻ റൂൾസ് ആൻഡ് ഓർഡേഴ്സിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, സോ ഓഡിറ്റ് അഗെയിൻസ്റ്റ് റൂൾസ് ആൻഡ് ഓർഡറിലാണ് സിയും ഡിയും വരുന്നത്. സാങ്ഷൻസ് ആണ് എ. ബി ഇസ് ദ വാട്ട്, നമ്മുടെ പ്രൊവിഷൻ ഓഫ് ഫണ്ട്. Next question, which type of expenditure covers the scrutiny of the expenditure incurred on the construction of some stockyard? ഇത് ICMET ഡിറ്റോ ക്വസ്റ്റൻ, നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. വിച്ച് ഇസ് കൺസിഡർഡ് ആസ് ഇൻഫ്രക്ച്വസ് ആൻഡ് അവോയ്ഡബിൾ, അതായത് അനാവശ്യമായിട്ടുള്ള അൺറീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യുക, മറ്റേ ഫിനാൻഷ്യൽ മൊറാലിറ്റിയുടെ കൺസെപ്റ്റ് ചെക്ക് ചെയ്യുക. അത് എവിടെ വരുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റിലാണ്? പ്രൊപ്പറേറ്ററി ഓഡിറ്റിലാണ്. സോ യെസ്, കേസ് സ്റ്റഡി നമ്പർ 1 കഴിഞ്ഞു. ഇതിന് കഥ വായിക്കേണ്ട ആവശ്യമില്ല. കേസ് സ്റ്റഡി നമ്പർ 2 കഥ വായിക്കേണ്ട, സ്ട്രേറ്റ് വാ. കേസ് സ്റ്റഡി നമ്പർ 2 വന്നിട്ട് ഓക്കെ, നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ടിപ്പിക്കൽ അസേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. പ്രഡിക്റ്റബിൾ ക്വസ്റ്റൻ ഓൺലി. മിസ്റ്റർ ബി, an articled clerk responsible for the audit procedures concerning inventory, found that the inventory amounting to 38 lakh after excluding 2 lakh of inventory which is held as a consignee. നമ്മൾ ക്ലാസ് റൂംസിലും MCQ ഡിസ്കഷൻസിലൊക്കെ സ്ഥിരം ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ജോബ് വർക്കിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ കൺസൈനി എന്ന രൂപത്തിൽ നമുക്ക് ആസ് എ കൺസൈനി നമ്മൾ വല്ല അസറ്റും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല, അത് നമ്മുടെ ഇൻവെന്ററിയോടെ കാണിക്കാൻ പാടില്ല, അത് മാറ്റി കാണിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസേർഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെന്ററി ആർ ആപ്ലിക്കബിൾ ഇൻ ദി സിറ്റുവേഷൻ. സോ നിന്റെ ക്ലയന്റ് എൻറ്റിറ്റി അവൻ ഓൺ ചെയ്യുന്ന അവൻ്റെ റൈറ്റ്സിൽ നിൽക്കുന്ന അവകാശങ്ങളായിട്ടുള്ള ഇൻവെന്ററി മാത്രമേ 31st മാർച്ചിൽ കാണിക്കുന്നുള്ളൂ, അവൻ്റേതല്ലാത്തൊന്നും കാണിക്കുന്നില്ല. വാട്ട് എവർ ഇസ് ദ ഇൻവെന്ററി വിച്ച് ഇസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് റെപ്രസെൻറ്റ്സ് ഹിസ് ഇൻവെന്ററി ഓൺലി. അതിൽ ഒമിഷൻസ് ഒന്നും വന്നിട്ടില്ല, ഇല്ലാത്തത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ അസേർഷൻസ് ആണ്? കംപ്ലീറ്റ്നെസ്സും അതേപോലെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും രണ്ടും. ഇതും റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. മുമ്പ് എക്സാംസിൽ സെയിം സംഭവം വന്നിട്ടുണ്ട്, RTPയിൽ വന്നിട്ടുണ്ട്. ടിപ്പിക്കലായിട്ട് ക്ലാസ് റൂമിലൊക്കെ നമ്മൾ നോട്ട് എഴുതി പോകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സംഭവം. സോ യെസ്, അസേർഷൻ കംപ്ലീറ്റ്നെസ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ 2 and 3 ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 54 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു അല്ലേ, ലോ ഏരിയ സെക്ഷൻ 54 ഏരിയ. അഗെയിൻ നമ്മളുടെ RTP MTP വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിന് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. AS ലോ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ASലും ലോയിലും പഠിക്കേണ്ട സെക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബുക്കിലും ഇപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സെക്ഷൻ 54ൻ്റെ ടോപ്പിക്സ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർക്കാണ് ഇഷ്യൂ ചെയ്യുക, എംപ്ലോയീസും ഡയറക്ടേഴ്സിനാണ് ഇഷ്യൂ ചെയ്യുക, ഇറ്റ് ഇസ് ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഓൾറെഡി ഇറ്റ് ഇസ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഫോർ എ ക്ലാസ് ഓഫ് ഷെയർസ് ദ കമ്പനി ഹാസ് ഓൾറെഡി ഇഷ്യൂഡ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് സെയിം സംഭവം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സോ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിനെ സംബന്ധിച്ചിട്ട് ഇതിൽ ആപ്ലിക്കബിൾ ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇഷ്യൂ ടു ദി എംപ്ലോയീസ് ഡയറക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട്, ക്ലാസ് ഓഫ് ഷെയർസ്, ഓൾ ഓഫ് ദി അബവ്, DST ആൻസർ. ഇത് ലോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉള്ള ചാപ്റ്ററിൽ ASും ലോയും ലാസ്റ്റ് മിനിറ്റ് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഫസ്റ്റ് ഗ്രൂപ്പ് ലോ പഠിച്ച് ഗ്രൂപ്പ് 2 വന്നിട്ടുള്ള ഒരാൾക്ക് ഇത് നാച്ചുറൽ കോഴ്സിൽ തന്നെ ഇതല്ലെങ്കിൽ പറ്റുന്ന സംഭവം തന്നെയാണ്. ദാറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ അനദർ ലോ ബേസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ലോ മാത്രമല്ല അക്കൗണ്ട്സിലും റിലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിലൊക്കെ വരുന്ന സംഭവം. മിസ്റ്റർ ഡി, an article clerk was performing audit procedure relating to reserves in PQ Limited. Tell him that which statement is correct. ഈ പറയുന്ന 4 ഏത് സ്റ്റേറ്റ്മെൻ്റാണ് കറക്റ്റ്? റിസർവ്സ് ആർ ദി അമൗണ്ട്സ് അപ്രോപ്രിയേറ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ എ കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ സ്പെസിഫിക് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെക്കുന്നതിനല്ല നമ്മൾ റിസർവ്സ് എന്ന് പറയുക. ഇറ്റ്സ് നോട്ട് ഫോർ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അത് തെറ്റാണ്. Securities premium is a capital reserve, correct. Debit balance in the P&L account shall be shown as a negative figure under the head surplus, correct. അല്ലേ, ഡെബിറ്റ് ബാലൻസ് വെച്ചാൽ എന്താ? പല കുട്ടികൾക്കും ആക്ച്വലി ഇത് CA ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഡൗട്ട് വരാൻ പാടില്ലാത്ത കാര്യമാണ്. +1 +2 ബേസ് ലെവൽ അക്കൗണ്ടൻസിയാണ്. എന്താണ് സാറേ P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്? ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ സാറേ ഡെബിറ്റ് സൈഡിലല്ലേ പ്രോഫിറ്റ് വരിക, അപ്പോൾ പ്രോഫിറ്റ് അല്ലേ എന്ന്? ആണോ? അല്ലല്ലോ, അത് വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനത്തെ ഡൗട്ട് കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ പറയുന്നത്. ബട്ട് യെസ്, നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഡെബിറ്റ് ബാലൻസ് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാലൻസ്, ഡെബിറ്റ് സൈഡിനെ എന്താ എക്സസീവ് ആയിട്ട് വരുന്നു. ഈ P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് എക്സസീവ് ആയിട്ട് നിൽക്കുന്നു. ഡെബിറ്റ് സൈഡിലത്തെ ബാലൻസ് ഇറ്റ്സ് ബേസിക്കലി ലോസ് അല്ലെ. ക്രെഡിറ്റ് സൈഡിൽ ഇൻകം, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ്. ഡെബിറ്റ് സൈഡ് ബാലൻസ് വരുന്നു എന്ന് വെച്ചാൽ it means more expenses are more than the income, we have a loss. So P&L account നമ്മൾ reserves and surplus അതിനെ നെഗറ്റീവ് ആയിട്ട് കാണിക്കണം. So option 3 is also correct. Third statement is also correct. All reserves can be used to augment the working capital. All reserves cannot be used to augment the working capital. So ഇതും തെറ്റാണ്. So statement number 2 and 3 is correct. Option B is the correct answer. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കൽ അസിസ്റ്റന്റ് വാസ് നോട്ട് ഷുവർ അബൌട്ട് വിച്ച് ഐറ്റം ഷുഡ് ബി കൺസിഡർഡ് ആസ് ഇൻ അഗൈൻ AS26. AS26 Jan 25 അറ്റംപ്റ്റിലും വന്നിട്ടുണ്ട്, May 25 വന്നു. Jan 25 അറ്റംപ്റ്റിൽ ഒബ്ജക്റ്റീവിലും ഡിസ്ക്രിപ്റ്റീവിലും ഒക്കെ AS26 വന്നിട്ടുണ്ട്. ഇത്തവണ AS26 ഈ ഒരു ഒബ്ജക്റ്റീവിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ കാണുന്ന 4 ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലാത്തത് എന്ത്? ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ,
എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ല. വി ഹാവ് ടു ഫൈൻഡ് എന്താണ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അല്ല. അതേപോലെ തന്നെ കോമ്പാക്ട് ഡിസ്ക് ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇതിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ ആയിട്ട് കാണിക്കത്തുള്ളൂ. ബിക്കോസ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് ഐഡന്റിറ്റി നമ്മൾ കൊടുക്കില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇൻടാഞ്ചിബിൾ. സോ ദിസ് ഇസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. കോപ്പിറൈറ്റ്, പേറ്റന്റ് ഇതെല്ലാം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതേസമയം ഓപ്ഷൻ 4 കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഫോർ ദ കമ്പ്യൂട്ടർ കൺട്രോൾ മെഷീൻ ടൂൾസ് ദാറ്റ് കനോട്ട് ഓപ്പറേറ്റ് വിത്തൗട്ട് എ സ്പെസിഫിക് സോഫ്റ്റ്വെയർ വിച്ച് ഇസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ റിലേറ്റഡ് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ല, ഹാർഡ്വെയർ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മേടിച്ചു, ഒരു HP യുടെയോ ലെനോവോൻ്റെയോ ഒരു അസൂസിൻ്റെ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ലാപ്ടോപ്പ് മേടിച്ചു. നിങ്ങൾ ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് മൈക്രോസോഫ്റ്റ് ഉണ്ടാകത്തില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലേ ലിനക്സോ ഒന്നും ഇപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്ന എനിക്ക് അറിയാൻ പാടില്ല. ലിനക്സ്, ഉബണ്ടു എന്നൊക്കെ പറഞ്ഞ ഓരോ സോഫ്റ്റ്വെയർ ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്രോസോഫ്റ്റ് എല്ലാവർക്കും പരിചയമുണ്ടാവും. അപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടിയിട്ടാണ് ഈ ലാപ്ടോപ്പ് വരുന്നത്. അല്ലാണ്ട് അങ്ങനെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആക്ച്വലി ഈ മൈക്രോസോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ, ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ലാപ്ടോപ്പ്. ഇതില്ലാണ്ട് ലാപ്ടോപ്പ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് എക്യുപ്മെൻ്റ് ആയിട്ടാണോ നമ്മൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക, അതോ ലാപ്ടോപ്പിന് ഒരു കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യും, എന്നിട്ട് ആ ലാപ്ടോപ്പിലത്തെ മൈക്രോസോഫ്റ്റിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ഇല്ലല്ലോ. ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ ലാപ്ടോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ലാപ്ടോപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ആ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഹാർഡ്വെയറിന് ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് നിൽക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ സെപ്പറേറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നിഷൻ കൊടുക്കത്തില്ല. സോ 1ഉം 4ഉം ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ല. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. ഡി ആണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. കേസ് സ്റ്റഡി കഴിഞ്ഞോ? കേസ് സ്റ്റഡീസ് കഴിഞ്ഞു. കേസ് സ്റ്റഡീസ് ഫുള്ളായിട്ട് കഴിഞ്ഞു. നല്ലത്. ഇതും കേസ് സ്റ്റഡി ആണോ? ഓക്കെ, കേസ് സ്റ്റഡീസ് കഴിഞ്ഞു. ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ് ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ദ CA ഡിസൈഡഡ് ടു ഇവാലുവേറ്റ് ഇന്റേണൽ കൺട്രോൾ. ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് വാട്ട്? അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഓഡിറ്റർ എൻഗേജ്മെന്റ് പാർട്ട്ണർ എൻഗേജ്മെന്റ് ടീമിന് ഡയറക്ഷൻസ് എല്ലാം കൊടുക്കുന്നതാണ് ഏത്? ഈ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് വരുന്ന ഒരു ഐറ്റം ഉണ്ട്. ഹൗ ടു ഡെവലപ്പ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട് ഗിവ് എ റെഫറൻസ് ടു ദ ഇന്റേണൽ കൺട്രോൾസ് ടു ബി ചെക്ക് എന്നൊക്കെ. സോ ഈ ഇന്റേണൽ കൺട്രോൾസ്, ഇവാലുവേറ്റിംഗ് ദ ഇന്റേണൽ കൺട്രോൾ, അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വാട്ട്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് Jan 25 അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നു. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഡ്രാഫ്റ്റ് ഒക്കെ പഠിക്കാനൊക്കെ ഇത്തവണ ഞാൻ പറഞ്ഞിരുന്ന പിള്ളേർത്, പക്ഷേ അത്രയും ലെവലൊന്നും ചോദിച്ചില്ല. ബേസിക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ ഇന്റേണൽ കൺട്രോളിൻ്റെ ഇവാലുവേഷൻ ആവശ്യമായിട്ടുള്ള ടൂൾസ്, അഗൈൻ RTP MTP വീഡിയോസ് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ടൂൾസ് ഇതൊക്കെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയ എക്സാം പേപ്പറിലൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഇതൊക്കെ വളരെ ബേസിക് ടെസ്റ്റ് പേപ്പർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. The method suggested by first team member, according to which a series of instructions which a member of the auditing staff must follow. അപ്പോൾ ഇന്റേണൽ കൺട്രോളിനെ സംബന്ധിക്കുന്ന സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് ഓഡിറ്റ് സ്റ്റാഫ് ഫോളോ ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ചെക്ക് ലിസ്റ്റ് അല്ലേ? അതിനാണ് നമ്മൾ അക്ഷരം തെറ്റാതെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുക. അതേപോലെ ദ മെത്തേഡ് സജസ്റ്റഡ് ബൈ സെക്കൻഡ് ടീം മെമ്പർ ഇൻ വിച്ച് കംപ്ലീറ്റ് എക്സോസ്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ എക്സോസ്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്റേണൽ കൺട്രോളിനെ സംബന്ധിച്ച സംഭവം അതെന്താണ്? നറേറ്റീവ് റെക്കോർഡ്സ് ആണ്. പിന്നെ മൂന്നാമത്തത് തേർഡ് ടീം മെമ്പർ സജസ്റ്റ് മെത്തേഡ് ഇൻ വിച്ച് കോംപ്രിഹെൻസീവ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് is used to correct the information about internal control. These questions are issued to the client staff. Our audit staff അല്ല, ക്ലയൻറ്റ് സ്റ്റാഫിന് കൊടുക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ICQ. ഇത് ബേസിക് ആണ്. ഒരു ആ ടൂൾസ് വായിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോലും എക്സാമിൻ്റെ ദിവസം രാവിലെ ആ ടൂൾസ് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABC Limited is undergoing an audit and the auditors are evaluating the reliability of different types of evidence. External evidence is generally considered more reliable. The following is not an example of internal evidence. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നതിൽ ഇന്റേണൽ അല്ലാത്തത് എന്ത്? അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എവിഡൻസ് ഇതിലെന്താണ്? നമുക്കറിയാം SF500 ഓഡിറ്റ് എവിഡൻസ് ബേസ്ഡ് ഓൺ സോഴ്സ് ഇറ്റ് ക്യാൻ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണലി ജനറേറ്റഡ് അല്ലേ? എക്സ്റ്റേണൽ ടു തന്നെ. അപ്പോൾ ഈ പറയുന്ന 4 ഒരു ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ബി, പർച്ചേസ് ഇൻവോയ്സ്. കാരണം നമ്മൾ കടയിൽ പോയിട്ട് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ബില്ല് കിട്ടുമല്ലോ, വാങ്ങിച്ചതിൻ്റെ ബില്ല് കിട്ടും. ആ ബില്ല് നമ്മളാണോ നമ്മളാണോ ബില്ല് ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല, സപ്ലയർ അപ്പുറത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ളല്ലേ. സോ ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ ഇൻവോയ്സ്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് വിത്ത് റിഗാർഡ് ടു റിട്ടേൺ റെപ്രസെന്റേഷൻ? SF580 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റായിട്ടുള്ളത് എന്താണ്? റിട്ടേൺ റെപ്രസെന്റേഷൻസ് ആർ എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, കറക്റ്റ് ആണ്.
Written representations are necessary information that the auditor requires in connection with the audit. Correct ആണ്. Written representations not only provide necessary audit evidence but also provide sufficient appropriate evidence on their own. ഒരിക്കലുമല്ല written representation എപ്പോഴും ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ഓഡിറ്റ് എവിഡൻസ് മാത്രമാണ്. അത് സ്റ്റാൻഡ് അലോൺ ബേസിസിൽ നമുക്ക് പെർസുവേസീവ്നെസ് തരുന്നില്ല. മറ്റ് പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവരെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കാനൊക്കെയാണ് നമ്മൾ SA580 WR ഉപയോഗിക്കുക. സോ യെസ്, C is the wrong statement here, which is the correct answer for this question. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് അഗെയിൻ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. SA 300 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സ്ട്രാറ്റജി പ്ലാൻ, നമ്മുടെ ബേസിക് തിയറി സ്ട്രാറ്റജി പ്ലാൻ്റെ ഒക്കെ. വൺസ് ദ സ്ട്രാറ്റജി ഇസ് എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻ ക്യാൻ ബി ഡെവലപ്ഡ് to address the various matters. Correct statement. Establishment of strategy as well as plan are not discrete or sequential. Correct. അത് discrete and sequential അല്ല, interconnected ഉം consequential ആണ്. അപ്പോൾ this statement is also correct. Audit strategy and plan are not interrelated as changes in one may not result in consequent change. Wrong statement. അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. സ്ട്രാറ്റജിയും പ്ലാനും ഇന്റർകണക്റ്റഡ് അല്ലെന്ന്, സ്ട്രാറ്റജിയും പ്ലാനും ബന്ധമില്ലേ, ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞു, ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. നമ്മൾ എത്ര സമയം എടുത്തു? ഇനി ഡിസ്ക്രിപ്റ്റീവിലോട്ട് പോവാം. ഡിസ്ക്രിപ്റ്റീവിലും അവരിങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഥയിലൊന്നും യാതൊരു കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് സംഭവം മനസ്സിലാവും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വായിച്ചിരുന്നാൽ മതി. ഇവിടെ ഇപ്പോൾ എന്തുവാ, വൈൽ വെരിഫൈങ് ദ അസർഷൻസ് അബൌട്ട് ബുക്ക് ഡെറ്റ്സ്, ഡെറ്റേഴ്സിനെ പറ്റിയിട്ട് ഓഡിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ the auditor was informed about the availability of the client's ledger invoices, debit notes, credit notes, etc. Why accept these documents as audit evidence considering them to be available? Is this decision correct based on the meaning of the term available? ഓക്കെ. അപ്പോൾ പല കുട്ടികളും എക്സാമിന് ശേഷം ഒരുപാട് കുട്ടികളൊന്നുമില്ല, 1-2 പേര് കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. സാറേ, നമ്മൾ ഈ സഫിഷ്യൻറ്റ്, അപ്രോപ്രിയേറ്റ്, റെലവൻറ്റ്, പെർസ്വേസീവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അവൈലബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ടോ? അവൈലബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് അങ്ങനെയൊന്നും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ, സാറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താ, പെർസ്വേസീവ്നെസ്സിന് വേണ്ടിയിട്ട് സഫിഷ്യൻസി, അപ്രോപ്രിയറ്റ്നെസ്, റെലവൻസ് നോക്കിയാൽ മതി. അവൈലബിലിറ്റി എന്നത് പെർസ്വേസീവ്നെസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ അല്ല. അവൈലബിൾ ആണെന്ന് ക്ലയൻറ്റ് പറഞ്ഞാൽ നമ്മൾ പോയി ചെക്ക് ചെയ്യണം, ഡോക്യുമെൻ്ററി എവിഡൻസ് ചെക്ക് ചെയ്യണം, ഇല്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ടൊക്കെ അവൈലബിൾ ആണെന്ന് ക്ലയൻറ്റ് പറഞ്ഞു. നമ്മളിവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ബുക്ക് ഡെറ്റേഴ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഡെറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ലെജർ ഇൻവോയ്സസും ഡെബിറ്റ് നോട്ട്സും ക്രെഡിറ്റ് നോട്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ്, ഒന്നും പേടിക്കേണ്ട സാറേ, എല്ലാം അതൊക്കെ റെഡിയാണ്, അവൈലബിൾ ആണെന്ന് പറയുക. അത് കാരണം ആ അവൈലബിൾ ആണ് എന്നതിനെ ഒരു എവിഡൻസ് ആയിട്ട് സ്വീകരിച്ചിട്ട് ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയാൻ പറ്റുമോ? അത് ഡസ് ദ അവൈലബിലിറ്റി ഓഫ് ഡോക്യുമെന്റ്സ് ഇൻ എ സ്റ്റാൻഡ് അലോൺ ബേസിസ് ഡസ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ടു മേക്ക് എ പെർസ്വേസീവ് എവിഡൻസ്? അത് കാരണം കൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. വി ഹാവ് ടു ഗോ ഫോർ ഡോക്യുമെന്ററി എവിഡൻസ്, റൈറ്റ്? ഡോക്യുമെന്ററി എക്സാമിനേഷൻ ചെക്ക് ചെയ്യണ്ടേ? ഡോക്യുമെന്ററി എക്സാമിനേഷൻ ചെക്ക് ചെയ്യണ്ടേ? ഡോക്യുമെന്റ്സിൽ ചെക്കിങ്, ഇൻസ്പെക്ഷൻ ചെയ്യണ്ടേ, അല്ലേ? സോ ഈസ് ദ ഡിസിഷൻ കറക്റ്റ്? നോ, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. സി, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലിസൺ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്, കൂട്ടുകാരൻ, ക്ലാസ്സിലുള്ള ഒരു കൂട്ടുകാരൻ നിങ്ങളടുത്ത് രാവിലെ പറയുകയാണ്, ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛൻ അമിതാഭ് ബച്ചൻ്റെ കൂടെ പഠിച്ചതാണ്, അമിതാഭ് ബച്ചനും അച്ഛനും ക്ലോസ് ഫ്രണ്ട്സാണ്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നീ ഒന്ന് പോടാ, നീ ചുമ്മാ കള്ളം പറയില്ലെന്ന് പറഞ്ഞപ്പോൾ, ഇല്ലില്ല, എൻ്റെ കയ്യിൽ ഫോട്ടോ ഇരിക്കുന്നുണ്ട്, ഫോട്ടോ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു, എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു, അത്ര പറഞ്ഞിട്ടുള്ളൂ. അതായത് അമിതാഭ് ബച്ചനോട് ചായ കുടിക്കുന്നതിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം പറഞ്ഞു, നീയും രൺവീർ കപൂറും, നിൻ്റെ ഫ്രണ്ടും രൺവീർ സിംഗ്, അവരൊക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇന്ന് രാവിലെ നിൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് 5000 രൂപ മറ്റേ കടം മേടിച്ചു, ചായ കുടിക്കാനായിട്ട് 5000 rupees കടം മേടിച്ചു, ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നീ അഗൈൻ പറഞ്ഞു, ഒന്ന് പോടെ ചുമ്മാ തള്ളാതെന്ന്. അപ്പോൾ നിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, സംശയം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നോക്കി, നിൻ്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ടാണ് ബ്രാഡ് പിറ്റ്, അങ്ങനെയൊക്കെ ഓരോന്നും പറയുന്നുണ്ട്. ഇതിനൊക്കെ തെളിവുണ്ട് എന്നും പറഞ്ഞു, അവൈലബിൾ ആണെന്ന്. പക്ഷേ അത് കണ്ടാലല്ലേ നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഇതിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഓക്കെ അപ്പോൾ പിന്നെ നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിശ്വസിച്ച് നിൽക്കുമോ? അതോ എന്നാൽ പിന്നെ അത് കാണിക്കുക എന്ന് നമ്മൾ ചോദിക്കുമോ? എന്നാൽ പിന്നെ ഫോട്ടോ കാണട്ടെ, എന്നാൽ പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ സ്ക്രീൻഷോട്ട് കാണിക്കുക എന്ന് നീ ചോദിക്കത്തില്ലേ? ഇവിടെ ഓഡിറ്റർ അത് ചോദിച്ചില്ല. ക്ലയൻറ്റ് പറയുകയാണ് ഡെബിറ്റ് നോട്ട് ഉണ്ട്, ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്, എല്ലാത്തിനും തെളിവ് ഉണ്ടത്രേ, പക്ഷെ ഒന്നും കാണിച്ചിട്ടില്ല. അത് നോക്കണ്ട, നമ്മൾ നോക്കാണ്ട് നമുക്ക് ഒപ്പീനിയൻ പറയാൻ വേണ്ടി പറ്റുമോ? പെർസ്വേസീവ് ആയിട്ട് മാറിയോ? ഇല്ല.
So, as per say 500, audit evidence is any information which is used by the auditor in forming an opinion. And opinion form നമുക്ക് persuasive ആയിട്ടുള്ള evidence കിട്ടണം. And അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സഫീഷ്യൻറ്റും അപ്രോപ്രിയറ്റും റെലവൻറ്റും ആകണം. ഇൻ ദ ഗിവൺ കേസ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇൻവോയ്സസ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വി ഹാവ് ടു ഗോ ഫോർ ദി എക്സാമിനേഷൻ ഓഫ് ദീസ് ഡോക്യുമെന്റ്സ്. വി ഹാവ് ടു ഇൻസ്പെക്ട് ദീസ് ഡോക്യുമെന്റ്സ് ഇൻ ദി ആബ്സൻസ് ഓഫ് വിച്ച് വി കാൺട്ട് ഫോം ആൻ ഒപ്പീനിയൻ. അപ്പോൾ ഇവിടെ ഓഡിറ്റർ ഇതൊന്നും ചെയ്യാതെ ജസ്റ്റ് അവൈലബിൾ ആണ് എന്നതിൻ്റെ പുറത്ത് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, also explain how an auditor should select the most appropriate audit evidence. Audit evidence-ന്റെ അപ്രോപ്രിയേറ്റ്നെസ് അഥവാ റിലയബിലിറ്റി അഥവാ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് മറ്റേ വിഡുക്കോ എന്നുള്ള നമ്മുടെ പോയിന്റ്, റിട്ടേൺ, ഇൻഡിപെൻഡൻറ്റ്, ഡയറക്റ്റ് കൺട്രോൾ, മറ്റേ ഒറിജിനൽസ് എന്നുള്ള പോയിന്റ്സ്. SA 500 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ മെൻഷൻ ദ ടൈപ്പ് ഓഫ് കൺട്രോൾസ്. ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എഗെയിൻ RTP MTP വീഡിയോസിലൊക്കെ നമ്മൾ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജനറലൈറ്റിക് കൺട്രോൾസിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് പോകണം. അതെങ്ങനെയെങ്കിലും ഒന്ന് മഗപ്പ് ചെയ്ത് പഠിക്കുക. ആക്ടിവിറ്റീസ് കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ പറ്റണം. അത് Jan 25 നമുക്ക് MCQ വന്നിട്ടുണ്ട്. May 25 വരാൻ ചാൻസ് ഉണ്ട്. പ്രെഡിക്റ്റഡ് തിങ് ആക്ച്വലി. അപ്പോൾ അത് തന്നെ വന്നിട്ടുണ്ട്. 4 കൺട്രോൾസ്, കോളം എയിൽ 4 കൺട്രോൾസ് കാണിച്ചിട്ടുണ്ട്. ആ കൺട്രോൾസ് ഓരോന്നും ഏതിൻ്റെ ഭാഗമായിട്ടാണ്, ജനറലൈറ്റിക് കൺട്രോൾ ആണോ ആപ്ലിക്കേഷൻ കൺട്രോൾ ആണോ കോളം ബിയിൽ വരണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലേതൊക്കെയാണ് ജനറലൈറ്റിക് കൺട്രോൾ. ആക്സസ് സെക്യൂരിറ്റി കൺട്രോൾസ്, അതേപോലെ ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് എല്ലാം ജനറൽ IT കൺട്രോൾസ് ആണ്. പിന്നെ ഈ നമ്പറിൻ്റെ സീക്വൻസ് ചെക്ക് ചെയ്യുക, ഡേറ്റാ ഫീൽഡ്, മാൻഡേറ്ററി ഡേറ്റാ ഫീൽഡ് എൻട്രി ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഇൻപുട്ട് ചെയ്യിപ്പിക്കുക, ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെവലിൽ സംഭവിക്കുന്ന കൺട്രോൾസ് ആണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ആ കോളം എ കോളം ബി ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്ക് കൊണ്ട് വീട്ടിൽ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്യുമെന്റേഷൻ. SA 230 ബേസിക് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടേം കംപ്ലീഷൻ മെമ്മറാൻഡം. എന്താണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ സമ്മറി അല്ലെങ്കിൽ കംപ്ലീഷൻ മെമ്മറാൻഡം? SA 230 നമ്മുടെ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പേജിൽ കാണാൻ വേണ്ടി പറ്റും. ലാർജ് കോംപ്ലക്സ് ഓഡിറ്റുകളിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ബേർഡ്സ് ഐ വ്യൂ പോലെ എടുത്തുണ്ടാക്കുന്ന സംഭവമാണ് ഈ ഡോക്യുമെന്റേഷൻ സമ്മറി. സിമ്പിൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓൾസോ ടീം മെമ്പർ കംപ്ലീറ്റഡ് ദ അസംബ്ലി ഓഫ് ഓഡിറ്റ് ഫയൽ ഇൻ March 2025. വാസ് ദ ടീം മെമ്പർ കറക്റ്റ്? അപ്പോൾ ഓഡിറ്റ് ഫയലിനെ സംബന്ധിച്ചിട്ട് SA 230 SQC1 റിക്വയർമെൻറ്റ് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് 60 ദിവസത്തിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ ഫയലാക്കി മാറ്റേണ്ടത്. ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് August 20, 2024. 2024 ഓഗസ്റ്റിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്താൽ 2024 August 20 60 ദിവസം കൂട്ട്, അല്ലെങ്കിൽ 2 മാസം കൂട്ടിക്കോ. 60 എണ്ണാൻ വേണ്ടി നിൽക്കണ്ട, 2 മാസം കൂട്ടി ചുമ്മാ അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ August 20 എന്നുള്ളത് September, October 20. 2024 October 20 മുമ്പ് എന്ത് വെക്കണമായിരുന്നു? ഓഡിറ്റ് ഫയൽ വെക്കണമായിരുന്നു. ഈ 2024 ഒക്ടോബറിൽ വെക്കേണ്ട ഫയല് അവൻ 2025 മാർച്ചിൽ വെച്ചു. എന്താ തെറ്റ്? ഇറ്റ്സ് നോട്ട് കറക്റ്റ്. CAP വാസ് റോങ്, ഇസ് റോങ് ഇൻ ഹിസ് അപ്രോച്ച്. സിമ്പിൾ. ഇതൊക്കെ SQC1 റിക്വയർമെൻറ്റ് പറയുക. ഇൻ ദ ഗിവൺ കേസ് 60 days എക്സീഡ് ആയെന്ന് പറയുക, തെറ്റാണെന്ന് പറയുക, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 3 സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് അണ്ടർ അതോറിറ്റി ഓഫ് ICAI വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ് എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ബേസിക് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ തിയറി വരുന്ന ലാസ്റ്റ് പോർഷൻ ആണ് അല്ലേ? SS സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാൻ മറ്റേ ഫൈനൽ ലാബ് റിവിഷനിൽ കോസ്റ്റിംഗ് എക്സാമിൻ്റെ ദിവസം വൈകുന്നേരം നോക്കാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് ഇതാണ് അല്ലേ? എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. 4 തരം എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. SA, SRE, SAE, SRS. അതിൽ SRS ഒഴികെ ബാക്കി 3 അഷുറൻസ് എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. ചോദിച്ചേക്കുന്നത് എന്താ ചോദിച്ചാൽ മെൻഷൻ എനി 3 സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഏതെങ്കിലും SA, SRE, SAE ഏതെങ്കിലും. ഇപ്പോൾ SA അപ്ലൈസ് ഓൺ വാട്ട്? ഓഡിറ്റ് ഓഫ് FS. SRE അപ്ലൈസ് ഓൺ വാട്ട്? റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. SAE ആണെങ്കിൽ പ്രോസ്പെക്റ്റീവ് അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മേലാണ് അപ്ലൈ ആവുന്നത്. വിത്ത് സം എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക. ആൻഡ് മെൻഷൻ ദ പർപ്പസ് ഓഫ് ഇഷ്യൂ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ്. വൈ ആർ സ്റ്റാൻഡേർഡ്സ്? അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ്സ് 4 പോയിന്റ് അല്ലേ? അത് എഴുതി വയ്ക്കുക. 3 മാർക്കിന് ക്വസ്റ്റ്യൻ. അടുത്തത്, ഗിവ് 5 എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഇവൻറ്റ്സ്. ഇത് SA 570 ആണ്. SA 570 ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ, ഓപ്പറേഷണൽ ആൻഡ് അതർ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നില്ലേ? ഓപ്പറേഷണൽ ഇവൻറ്റ്സിൻ്റെ 5 എക്സാമ്പിൾ പറയാൻ. എന്തോ സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയേ. കഴിഞ്ഞൊക്കെ എക്സാമിൽ ഗോയിങ് കൺസേണിൽ ത്രെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഓഡിറ്റർ മാനേജ്മെന്റ് എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, അങ്ങനെയൊക്കെയുള്ള ആസ്പെക്റ്റാണ് ചോദിച്ചത്. ഇവിടെ എത്ര ഒന്നും ചോദിച്ചില്ല. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ഇൻഡിക്കേറ്റർ? ഓപ്പറേറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹൈ എംപ്ലോയി ടേൺ ഓവർ, അല്ലെങ്കിൽ ലേബർ അൺട്രസ്റ്റ്, അല്ലെങ്കിൽ പേറ്റന്റ് എക്സ്പയർ ആയി പോകുന്നു, സോഫ്റ്റ്വെയർ കിട്ടുന്നില്ല, ലൈസൻസ് ബ്ലോക്കായി, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഏതൊക്കെ ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും നമ്മൾ SA 570 ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഫിനാൻഷ്യൽ, ഓപ്പറേഷണൽ, അതർ ഇൻഡിക്കേറ്റേഴ്സ് അക്കൗട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 5 എഴുതി വയ്ക്കാം.
TS Limited has raised funds by issuing fully convertible debentures. These funds were raised for the expansion and diversification of the business. The company had clearly outlined in the board resolution that it will be used for the business expansion. പക്ഷേ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. The company utilized these funds for long-term loans and advances other than the intended purpose. Said the reporting responsibilities as per Caro. Finally, നമ്മുടെ 2025 ജാനുവരി അറ്റംപ്റ്റിലൊക്കെ കാരോ ഒന്ന് മാർക്ക് ചെയ്യ ക്വസ്റ്റിനെ വന്നിട്ടില്ല. ഇത്തവണ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. ആൻഡ് നമ്മുടെ ഫൈനൽ ലാബ് പ്രൊവിഷനിൽ ഞാൻ പറഞ്ഞു തന്നു, കാരോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഫുൾ എൻ്റയർലി എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 5-6-8-10 ക്ലോസുകൾ മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിലുള്ളതാണ് ഈ ക്ലോസ് നമ്പർ 10 എന്ന് പറയുന്ന സംഭവം. ക്ലോസ് നമ്പർ 10, കാരോൻ്റെ ക്ലോസ് നമ്പർ 10 എന്ന് പറയുന്നത്. ക്ലോസ് നമ്പർ 10 ഈ IPO FPO ഡെറ്റ് ഫിനാൻസിൻ്റെയൊക്കെ കാര്യം പറയുന്നത്. ജസ്റ്റ് ലെറ്റ് മീ ടേക്ക് ദാറ്റ് ഏരിയ ഒന്ന് കാണിച്ചു തരാം. കാരോ 2020ൻ്റെ ക്ലോസ് നമ്പർ 10 ഞാൻ പറഞ്ഞത് 1, 2, 3 ഒന്നും ആദ്യമേ വായിച്ച സമയം കളയേണ്ട, നേരെ കുറച്ച് ക്ലോസസ് നോക്കാൻ പറഞ്ഞു. IPO FPO ഡെറ്റ് ഫിനാൻസ്. വി ഹാവ് ടു റിപ്പോർട്ട് വെദർ ദ മണി റേസ് ബൈ വേ ഓഫ് IPO FPO ഹാസ് ബീൻ. ഈ ഫസ്റ്റ് പാർട്ടല്ല, സെക്കൻഡ് പാർട്ടാണ് ചോദിച്ചേക്കുന്നത്. Sorry, debt finance. First part തന്നെ, whether the money raised by way of initial public offer or further public offer, including debt instruments, we have to report whether they have been applied for the purpose for which it was raised. ഈ കേസിൽ ഇല്ല. ഇഫ് നോട്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡീറ്റെയിൽസ് ടുഗദർ വിത്ത് ദ ഡിലേസ് ഓഫ് ദ ഡീഫോൾട്ട് ആൻഡ് ദ സബ്സിക്വന്റ് റെക്ടിഫിക്കേഷൻ ആക്ഷൻ ഇഫ് ഇനി ടേക്കൺ ഹാസ് ടു ബി റിപ്പോർട്ടഡ്. അത്രയേ ഉള്ളൂ. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പോയിന്റ് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 10th ക്ലാസ്സിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എ പാർട്ട് മാത്രം എഴുതിയാലും മതി. അപ്പോൾ എഴുതുന്ന സമയത്ത് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി റിപ്പോർട്ട് അണ്ടർ കാരോ 2020 ആസ് പെർ പാരഗ്രാഫ് നമ്പർ 3 ക്ലോസ് നമ്പർ 10 ദീസ് ആർ ദ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുക. അത്രയേ ഉള്ളൂ അതിൻ്റെ റിക്വയർമെൻറ്റ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, LMN mid-size manufacturing company generates revenue primarily through sale of consumer electronics. എന്തിലാവട്ടെ, നമുക്ക് താഴത്തേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യൻ? The auditor has to verify that all sales are accurately measured. സെയിൽസിൻ്റെ ആക്യുറസി. The auditor has to verify that all sales are accurately measured as per the AS. Summarized, explain the audit procedures to ensure. അപ്പോൾ സെയിൽസിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ എന്നുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിന് ഒന്നെങ്കിൽ നിനക്ക് ഹൗ വിൽ യു വെരിഫൈ സെയിൽസ് അല്ലെങ്കിൽ ഹൗ വിൽ യു വൗച്ച് സെയിൽസ് അങ്ങനെ ഫുൾ ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മറ്റേ ഫ്രെയിം വർക്ക് വെച്ചിട്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ ഫൈനൽ ആപ്ലിക്കേഷനിലും RTP MTPയിലൊക്കെ ഞാൻ എംഫസൈസ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്, അതേപോലെ വാല്യുവേഷൻ, ഈ 3 അസേഷൻസ് എല്ലാ ഐറ്റത്തിൻ്റെയും ഒരു 5 പോയിന്റ്സ് വെച്ചിട്ട് ഇല്ലേ, നമുക്ക് ഫ്രെയിം വർക്ക് വരുന്ന 10 ഐറ്റത്തിനും ഒരു 5 പോയിന്റ് വെച്ച് റെഡിയാക്കാൻ പറ്റില്ലേ. ഈ വാല്യുവേഷൻ എന്നുള്ളത് ബാലൻസ് ഷീറ്റ് ഐറ്റത്തിനാണ് പറയുക. P&L ആകുമ്പോഴത്തേക്കും വാല്യുവേഷൻ എന്നുള്ളത് എന്തായിട്ട് മാറും? ആക്യുറസി ആയിട്ട് മാറും. സോ യെസ്, സെയിൽസിൻ്റെ ആക്യുറസി. നിങ്ങൾ ആ ഒരു സെയിൽസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. ഒരു 5 പോയിന്റ് വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ RTP MTP1 MTP2 ഫൈനൽ ആപ്ലിക്കേഷൻ എല്ലാത്തിലും പറ്റുന്നുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ സെയിൽസിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഇനി 5 പോയിന്റ്സ് യു കു റൈറ്റ് ആൻഡ് കം ഹോം. അടുത്തത് SA 701 key audit matters. What is key audit matter? Explain the definition of key audit matters and how will the auditor determine key audit matters. ഇതൊക്കെ SA 701 ബേസിക് ക്വസ്റ്റൻ ആണ്. key audit matterൽ എന്തുവാ key audit matter? ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റിൽ ഓഡിറ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഓഡിറ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് എന്ന് ഓഡിറ്റർ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റർ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് എന്തുവാ ഈ key audit matter എന്നുള്ള പാരഗ്രാഫ്. അത് ഏതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? ഫ്രം ഔട്ട് ഓഫ് ദ മാറ്റേഴ്സ് വിച്ച് ഇസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ മാനേജ്മെൻറ്റ് ആൻഡ് DCWG. ഈ ഒരുപാട് ഇല്ലെങ്കിൽ ഈ ചേഞ്ച് ഇൻ വാട്ട് ഇസ് ദ പോയിന്റ് SA 701 പറഞ്ഞിട്ടുള്ള സംഭവം, സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഹാപ്പൺ ഡ്യൂറിങ് ദി ഓഡിറ്റ് അല്ലേ. ആ വർഷം സംഭവിച്ചിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും റിസ്ക് എസ്റ്റിമേഷൻസും ഒക്കെ ഇൻവോൾവ് ആവുന്ന ഏതെങ്കിലും ഏരിയ, അതുമല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ അസംഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഏരിയ. ഇത്തരം ഏരിയാസിൽ മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് key audit മാറ്റേഴ്സിലോട്ട് കൊണ്ടുവരിക. ഇതെവിടെ പറയുന്നത്? SA 701 ഇത് പറയുന്നത്. SA 701 എന്ന് എടുക്കട്ടെ. SA 701 യെസ്, key audit matters. How these are selected from matters communicated with. So ആദ്യം എന്താണ് key audit matters എന്ന് പറയുക? Those matters which in your judgment is of most significance in the audit. How to determine it? They are selected from matters communicated with DCWG regarding 3 things: areas where high risk is involved, areas where significant management judgment is involved, and significant events have occurred. ഇതാണ് ചോദിച്ചേക്കുന്നത്. ഇത് പോസിബിൾ എക്സാം ക്വസ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള സംഭവം തന്നെയാണ്. ആൻഡ് ഇൻഫാക്ട് May 25 RTPയിൽ ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി May 25 എക്സാം ക്വസ്റ്റൻ പേപ്പറിലോട്ട് ഇറ്റ് മെയ്ഡ് ഇറ്റ്സ് വേ. സോ അതാണ് 5 മാർക്കിൻ്റെ ആ ഒരു ചോദ്യം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ 210 ബേസിക് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, നൈസ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ എല്ലാവരുടെ ക്ലാസ്സിലും ബേസിക് ഏരിയസ്, ഇതൊന്നും വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. എസ് എ 210 അഗ്രീൻ ടു ടേംസ് ഓഫ് ഓട്ടോ എൻഗേജ്മെന്റ് പ്രകാരം ആ ഒരു എസ് എയിൽ പറയുന്ന പ്രീ കണ്ടീഷൻസിന്റെ മീനിങ് എന്താണ്? ഹൗ ദി ഓട്ടോ വിൽ എസ്റ്റാബ്ലിഷ് വെദർ ദ പ്രീ കണ്ടീഷൻസ് ആർ പ്രസന്റ്. സോ വാട്ട് ഡു യു മീൻ ബൈ പ്രീ കണ്ടീഷൻ? പ്രീ കണ്ടീഷൻ വെച്ചാൽ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദി എഫ് എസ് ഷുഡ് ബി ആസ് പെർ AFRF. രണ്ട്, മാനേജ്മെന്റ് ഷുഡ് അക്സെപ്റ്റ് ആൻഡ് അക്നോളജ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. മറ്റേ ബേസിക് പ്രിമൈസിൽ എസ് എ 200 പറയുന്ന മൂന്ന് കാര്യങ്ങൾ. ദാറ്റ് ദേ വിൽ be preparing the FS as per AFRF and implementing the internal control. They will be providing us with all the information, additional information, unrestricted access നമ്മൾ തരും. ഇതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എസ് എ 210 പ്രീ കണ്ടീഷൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മുടെ ഓഡിറ്റ് ക്ലാസ്സുകളുടെ ഇനീഷ്യൽ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം. സോ ലൈക്ക് ഐ സെഡ്, ഇത് നിങ്ങൾ സെപ്റ്റംബറിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇതിനെ റെഫറൻസ് ആയിട്ട് വെക്കരുത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ കുറച്ച് ഭാഗ്യം വേണം. ജാനുവരിയിൽ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാതെ പോയി ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ഫോക്കസ് ചെയ്തു, ഗ്രൂപ്പ് 2 അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് റിഗ്രറ്റ് അടിക്കും. കാരണം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ പഠിച്ചിരുന്നെങ്കിൽ മാർക്ക് കിട്ടിയേനെ എന്നൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക്. അങ്ങനെ ഇത് ജാനുവരി ഇപ്പോൾ ഈ May അറ്റംപ്റ്റിൽ നിങ്ങൾ ഓഡിറ്റ് പേപ്പർ പ്രോപ്പറായിട്ട് പഠിക്കാതെ പോയി ഉഴപ്പി എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു മെയ്ഡ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡെസിഷൻസ്, ബിക്കോസ് യു ആർ ഗോയിങ് ടു സീ എ ഓൾ ടുഗദർ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ഓഡിറ്റ് ഇൻ ദ സെപ്റ്റംബർ അറ്റംപ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി. കാരണം ഇത്രയും സിമ്പിൾ ആയി കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റ് കുറച്ച് ഒന്ന് കടുപ്പിക്കാൻ ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ 505 ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുവാണ് ക്വസ്റ്റ്യൻ? വിച്ച് ടൈപ്പ് ഓഫ് കൺഫർമേഷൻ റിക്വസ്റ്റ് ഇസ് മോസ്റ്റ് ലൈക്ലി ടു ബി യൂസ്ഡ് ബൈ CA പാരി. CA പാരി എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ICA മെറ്റീരിയലിലും നമ്മുടെ RTP MTP ഒക്കെ വരുന്ന ഒരു സ്ഥിരം കഥാനായകനാണ്. ICAക്ക് ഈ പേര് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും ആവട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത്, ഹീ ഈസ് ഓഡിറ്റിംഗ് ഹെവി ലിമിറ്റഡ്, എ കമ്പനി വിത്ത് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വിച്ച് ആർ ജനറലി സ്മോൾ റീറ്റെയിൽ ഷോപ്പ് ഓണേഴ്സ്. സോ യെസ്, ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് വിത്ത് സ്മോൾ വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോസിറ്റീവ് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വിച്ച് ടൈപ്പ് ഓഫ് കൺഫർമേഷൻ റിക്വസ്റ്റ് ഇസ് suitable here? Negative confirmation request. What are the conditions necessary for using such confirmation request? Basic question. Negative confirmation request എപ്പോഴൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മളുടെ SA 505 പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ലോ എക്സെപ്ഷൻ റേറ്റ് ആണ്, തേർഡ് പേഴ്സൺ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്, ലാർജ് നമ്പർ ഓഫ് സ്മോൾ വാല്യൂ ഐറ്റംസ് ഒക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ പോസിറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് കൊടുത്തിരുന്നാൽ മതി അല്ലേ? നെഗറ്റീവ് കൺഫർമേഷൻ ഏതൊക്കെ സിറ്റുവേഷൻസിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ? ഒരു 4-5 പോയിന്റ് എന്തോ ഉണ്ടല്ലോ, അത് SA 505 നമ്മുടെ റെഗുലർ ബാച്ച് നാളെ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കാണത്. SA 505 നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് അല്ലേ? ROM വളരെ കുറവാണ്, ഇന്റർണൽ കൺട്രോൾ ഇഫക്റ്റീവ് ആണ്, തേർഡ് പേഴ്സൺ റെസ്പോണ്ട് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് ദർ ഇസ് നോ റീസൺ ടു ബിലീവ് ദാറ്റ് ദ റെസിപ്പിയന്റ് മേ ഡിസ്റിഗാർഡ് ദ റിക്വസ്റ്റ്, ഐറ്റംസ് ആർ ഓഫ് സ്മോൾ വാല്യൂ. ഇത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഇത് May 24 എക്സാമിൽ വന്നിട്ടുണ്ട്. ഐറോണിക്കലി May 25 ദ എക്സാമിന് ഒരു വർഷത്തിന് ശേഷം സെയിം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇത് ഫ്രീക്വൻലി ആസ് ക്വസ്റ്റൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ്, ഇത് എത്രാമത്തെ ക്വസ്റ്റൻ ആയി കഴിഞ്ഞു? 4th B പാർട്ട്. Messrs ABC and Co Chartered Accountants has been appointed as the auditors of DEF. CAX is a seasoned chartered accountant with 15 years of experience and he is the engagement partner. Okay. CAX takes responsibility for maintaining the overall quality as per SA 220. What do the actions of engagement partner and appropriate messages to the other members in taking responsibility of the quality emphasize on? ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. അതായത് SA 220 ഓരോ വർക്കിൻ്റെ ക്വാളിറ്റി, ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ 6 പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. സോ വാട്ട് ആർ ദ മാറ്റേഴ്സ് ഹി ഹാസ് ടു എംഫസൈസ് റിഗാർഡിംഗ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി? നമ്മുടെ SA 220 എടുത്തു കഴിഞ്ഞാൽ 220 ആ പ്രിൻസിപ്പിൾസ് അഗെയിൻ RTP MTP വീഡിയോസിൽ ഞാനിത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫേം എന്ത് ചെയ്യണം, ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് മാറി മാറി പഠിക്കണം എന്നുള്ളത്. ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി നോക്കിയാൽ ആസ് പെർ SA 220 EP ഷാൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ, ഇപ്പോൾ ഈ നമ്മുടെ കേസിലാണെങ്കിൽ മറ്റേ എക്സ് എന്തുള്ള പേര് X shall take responsibility for the quality of the engagement. He shall ensure compliance, that the audit complies with the professional, legal, regulatory requirements, the reports issued are appropriate, complying with the firm's quality control policy, and also ensure the engagement team's ability to raise concerns without any fear of reprisals. ഇതൊക്കെ ആസ് എ ലീഡർ നമ്മളുടെ എൻഗേജ്മെന്റ് പാർട്ണർ ചെയ്യേണ്ട കാര്യമാണ്. SA 220 ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റിയിലത്തെ ആ 4 പോയിന്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ.
Next, while auditing the accounts of PQ Limited, a member of the audit team wants to carry out TOC for checking the effectiveness of internal control over sales as part of debtors audit procedure. State any 4 points that need to be considered in respect of trade receivable. Again, audit of different items എന്നുള്ള ചാപ്റ്ററിൻ്റെ ടോപ്പിക്കാണ്. ഇത് നമ്മുടെ ഫ്രെയിം വർക്ക് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫ്രെയിം വർക്കിൽ ഇപ്പോൾ ഏതൊരു ഐറ്റം, ട്രേഡ് റിസീവേഴ്സ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ആ ഫ്രെയിം വർക്കിൽ നമ്മൾ TOC ചെയ്യുന്ന ഒരു ഏരിയയിലെ, അപ്പോൾ ഈ സെയിൽസ് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ട്രേഡ് റിസീവേഴ്സ് നമ്മുടെ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക. ഇനി 4 പോയിന്റ്സ്, 4 മാർക്ക് ക്വസ്റ്റിന് 4 പോയിന്റ്സ് എഴുതിയിരുന്നാൽ മതി. നമ്മുടെ മെറ്റീരിയലിൽ ഇത് എവിടെയാണ് കാണാം, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ യു ഹാവ് ടു ടേക്ക്, ഇത് സെയിൽസ് ആണോ ഡെറ്റേഴ്സ് ആണോ, ഡെറ്റേഴ്സ് അല്ലേ, ബട്ട് ട്രേഡ് റിസീവബിൾസ് എടുത്താൽ മതി. ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, പർച്ചേസ്, ബോറോയിങ്സ്, ട്രേഡ് റിസീവബിൾസിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾസ് നമുക്ക് ഇവിടെ 1 2 3 4 5 6 7 8 8 പോയിന്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 3-4 പോയിന്റ് പഠിക്കാൻ ഞാൻ ക്ലാസ്സിൽ നമുക്ക് മാർക്ക് ചെയ്ത് തരാറുണ്ട്. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള 3-4 എഴുതി വയ്ക്കുക. അതാണ് എൻ്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ SA 299 ജോയിൻറ്റ് ഓഡിറ്റ് ബേസ്ഡ് ആയിട്ടാണ്. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് ഓഡിറ്റ്. മറ്റേ എക്സ്പീരിയൻസ് ഷെയറിങ്, കോസ്റ്റ് പെർ ഓഡിറ്റ്, മറ്റേ ടൈം ആൻഡ് കോസ്റ്റ് ബർഡൻ വിൽ ബി റെഡ്യൂസ്ഡ്, പിന്നെ ബെറ്റർ ക്വാളിറ്റി ഓഫ് വർക്ക്. ആ SA 299 ലാസ്റ്റിൽ കാണാൻ പറ്റും. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ചോദിച്ചേക്കുന്നു. അഡ്വാൻറ്റേജ് ഓഫ് ജോയിൻറ്റ് ഓഡിറ്റ് ഒക്കെ ഭയങ്കര ലൈക്ക് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന സമയത്തെ പറ്റിലാണ്. ഇതൊക്കെ ചോദിച്ചാൽ ലോട്ടറി എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, ഡയറക്റ്റ് ക്വസ്റ്റൻസ്, ഇതിലൊന്നും പ്രത്യേകിച്ച് കൺസെപ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട്, എവിടെയും പാസ്റ്റ് ട്രെൻഡിൽ എവിടെയും വരാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാനുണ്ടെങ്കിൽ, യെസ്, വി ഹാവ് ദിസ് വൺ ക്വസ്റ്റ്യൻ. മാനേജ്മെൻറ്റ് ഓഫ് സൺഷൈൻ ലിമിറ്റഡ് ഹാസ് പ്രൊവൈഡഡ് ഓഡിറ്റർ വിത്ത് എ WR SA 580 റിഗാർഡിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് FS. യെസ്, നമ്മൾ SA 580 പറയുന്നുണ്ട് WR വാങ്ങിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിനെ കൊണ്ട് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റുപറയിക്കാനാണ്. സോ ഇവിടെ സൺഷൈൻ ലിമിറ്റഡിൽ ഓഡിറ്റർമാർ അത് ചെയ്യുന്നുണ്ട്. ഏത് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ അവർ WR വഴി ഏറ്റുപറയിപ്പിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ്, ദി ഓഡിറ്റർ ക്യാൻ ഓൾസോ റിക്വസ്റ്റ് റെപ്രസെൻറ്റേഷൻസ് other representations about the FS. Mention such other representations which may supplement but do not form part of the representation relating to management's responsibility regarding preparation of FS. അപ്പോൾ FS പ്രിപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, AFRF പ്രകാരമാണ്, പ്രോപ്പറായിട്ട് എല്ലാ ASM കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്നും എന്ത് വാങ്ങിക്കാറുണ്ട്? WR വാങ്ങിക്കാറുണ്ട്. ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി. നൗ SA 580 പറയുന്ന മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസിന് WR അങ്ങനെ വാങ്ങിക്കണം എന്ന് പറയുന്നത് അതല്ലാതെ വേറെ, ഈ ഒരു കാര്യമല്ലാതെ വേറെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമ്മൾ SA 580 റെപ്രസെൻറ്റേഷൻസ് വാങ്ങിക്കും? ഇത് അങ്ങനെ SA 580 റെഫറൻസ് ആക്ച്വലി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് അറിയത്തില്ല. SA 580 റിട്ടൺ റെപ്രസെൻറ്റേഷൻസിൽ ഞാൻ കാണിച്ചു തരാം. ലെറ്റ് മി ജസ്റ്റ് ഷോ യു ദാറ്റ് ഏരിയ. റെപ്രസെൻറ്റേഷൻ SA 580 ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവിലാണോ നോക്കട്ടെ. യെസ്, SA 580 ദ ഓഡിറ്റർ ഷാൽ ഒബ്റ്റെയിൻ റെപ്രസെൻറ്റേഷൻസ് മെയിൻലി ഫോർ ദ ഫോളോയിങ്. റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് FS നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റേഷൻസ് വാങ്ങിക്കണം. പിന്നെ വി ഷുഡ് ഓൾസോ ഒബ്റ്റെയിൻ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ദ മാനേജ്മെന്റ് പ്രൊവൈഡഡ് ഓൾ ദ നമ്മൾ ആവശ്യപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് തന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിക്കുന്ന റെപ്രസെൻറ്റേഷൻ നമുക്ക് വാങ്ങിക്കണം. ഓൾസോ അതർ SAs ഓൾസോ റിക്വയർ ദി ഓഡിറ്റർ ടു റിക്വസ്റ്റ് റെപ്രസെൻറ്റേഷൻ. മറ്റ് പല SAസിലും SA 580 ആണ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എങ്കിലും നമ്മൾ വേറെ പല SAസിലും റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, FS പ്രിപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ കാര്യം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവരിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കണം എന്ന് SA 580 പറയുന്നുണ്ട്. നൗ പ്രിപ്പറേഷൻ ഓഫ് FSനെ സംബന്ധിക്കുന്നതല്ലാതെ മറ്റ് പല SAകളിലും WR വാങ്ങിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് ഏതൊക്കെ ഏരിയാസിലാണ്? SA 500 എൻക്വയറി എന്നുള്ള പോയിന്റ് പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് റെസ്പോൺസസ് ടു എൻക്വയറി നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ആയിട്ട് വാങ്ങിക്കാം എന്ന് SA 500 നമ്മൾ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഇല്ലേ? അതേപോലെ SA 501 ഓഡിറ്റ് ഓർഡിനൻസ് സ്പെസിഫിക് കൺസെഷൻസ് ഫോർ സെലക്ടഡ് ഐറ്റംസ്, അതിൽ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിൽ ഈ പറഞ്ഞ പോലെ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ സംബന്ധിക്കുന്ന റെപ്രസെൻറ്റേഷൻസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് മാനേജ്മെന്റിനെ കൊണ്ട് റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കാം എന്ന് പറയുന്നുണ്ട്. SA 550 RP ട്രാൻസാക്ഷൻസിൽ എല്ലാ RP ട്രാൻസാക്ഷൻസും ഡിസ്ക്ലോസ് ആയിട്ടുണ്ട്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, എവറിത്തിങ് ഹസ് ബീൻ അക്കൗണ്ടഡ് എന്ന് നമ്മൾ മാനേജ്മെന്റിൽ നിന്നും റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കുന്നുണ്ട്. SA 560 സബ്സിഡി ഇവൻസിൽ എല്ലാ സബ്സിഡി ഇവൻസും വിച്ച് റിക്വയർസ് അഡ്ജസ്റ്റ്മെന്റ്സ് ഹസ് ബീൻ അഡ്ജസ്റ്റഡ് ഡിസ്ക്ലോസ് എന്ന് മാനേജ്മെന്റിൽ നിന്നും WR വാങ്ങിക്കുന്നുണ്ട്. SA 570 ഗോയിങ് കൺസേണിൽ നമ്മൾ
ഗോയിങ് കൺസേണിനെ സംബന്ധിക്കുന്ന ഗോയിങ് കൺസേൺ ഇവാലുവേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ത്രെട്ടും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ മാനേജ്മെന്റിനെ കൊണ്ട് WR ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇതാണ് ചോദിച്ചേക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് FS മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ് എന്നത് നീ WR ആയിട്ട് മേടിക്കും. അത് SA 580 പറയുന്നുണ്ട്. ഔട്ട്സൈഡ് ദാറ്റ് ഈ FS പ്രിപ്പറേഷൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലാതെ വേറെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ WR വാങ്ങിക്കുന്നത്? ഈ പറയുന്ന SAസിലൊക്കെ ഈ WR വാങ്ങിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ എഴുതിയിരുന്നാൽ മാത്രം മതി. അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് SA 580 ജസ്റ്റ് ഇങ്ങനെ കാഷ്വലി പറയുന്നേ ഉള്ളൂ. എന്താ അതർ ദാൻ ഓൾ ദീസ് SA ഇപ്പോൾ പറഞ്ഞിട്ട് അതർ ദാൻ ദീസ് 2 പോയിന്റ്സ് മറ്റ് SAകൾ പലതിലും ഓഡിറ്ററിൻ്റെ അടുത്ത് റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെടാൻ പറയുന്നുണ്ട്. അത് അങ്ങനെ വാങ്ങിച്ചോളൂ എന്ന് SA 580 അലോ ചെയ്ത് വിടുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ഒന്ന് ചോദിച്ചു. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നല്ല ഒരു ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നു. അത് കുട്ടികൾ ഒന്ന് ഓക്കെ SS ഒക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് കിട്ടാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് പാനിക് ആയനെ. പക്ഷേ ഇത്രയും ക്വസ്റ്റ്യൻസ് MCQസും കേസ് സ്റ്റഡീസും എല്ലാം കഴിഞ്ഞ് ഈ 5th ക്വസ്റ്റ്യൻ വരെ എത്തിയിട്ടുള്ള കുട്ടിക്ക് ഓൾറെഡി ഒന്ന് റിലാക്സ് ആയി കാണും. കാരണം എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഡിറ്റോ ക്വസ്റ്റ്യൻ, ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ. സ്ഥിരം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂമിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഡ്രോയിങ് പവർ ക്ലാസ്സിൽ 2 സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഫാക്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ ജസ്റ്റ് ക്ലാസ്സിൽ താൻ മെറ്റീരിയൽ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ബുക്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അത് കാണാൻ പറ്റും. ഇത് ഏത് അറ്റംപ്റ്റ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. March 2000 എനിക്കൊന്നും ഏത് അറ്റംപ്റ്റ് ആണിത്. ഞാൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നമ്മൾ ക്ലാസ്സിൽ ഇത് തന്നെയല്ലേ വന്നിട്ടില്ല നോക്കിയേ. സ്റ്റോക്ക് 50,000, ഡെറ്റേഴ്സ് 45,000, അല്ലെങ്കിൽ 5,000 മറ്റേ 3 മാസത്തിൽ പഴക്കമുള്ള ആൾക്കാർ, ക്രെഡിറ്റേഴ്സ് 50,000. ഇത് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. സ്റ്റോക്ക് 50,000, വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് 45,000, അതിൽ 5,000 മറ്റേ പഴയ ആൾക്കാർ, ക്രെഡിറ്റേഴ്സ് 15,000, സാങ്ഷൻ ലിമിറ്റ് 45,000, മാർജിൻ 20% ഓൺ സ്റ്റോക്ക്, ഡെറ്റേഴ്സിൻ്റെ മേൽ 50%, ഡെറ്റേഴ്സിൻ്റെ മേൽ 50%. നമ്പർ പോലും തെറ്റാണ്ട്, നമ്പർ പോലും മാറ്റാതെ, അമൗണ്ടുകൾ പോലും തിരുത്താണ്ട് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അത് എനിക്കൊന്ന് September 24 May 24 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. സെയിം ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആൻസർ എനിക്ക് കാണാൻ പാടാണ്. ഇത് എല്ലാ ബാച്ചിലും നമ്മൾ ചെയ്യുന്നില്ലേ. എന്താണ് നിങ്ങൾക്ക് ആൻസർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 48,000 എന്ന് പറഞ്ഞ് വരും ഡ്രോയിങ് പവർ. പക്ഷേ സാങ്ഷൻ ലിമിറ്റ് 45,000 ആണ്. 45,000 പോകും. സെയിം താനും 4 മാർക്ക്. എനിക്ക് തോന്നുന്നത് അത് ചെയ്ത് പഠിച്ചുള്ള ആൾക്ക് 2 മിനിറ്റ് കൊണ്ട് ഈ 4 മാർക്കിന് ക്വസ്റ്റ്യൻ വാങ്ങിച്ചിട്ട് വരാൻ പറ്റും. സോ ഇറ്റ്സ് അഗൈൻ സിമ്പിൾ തിങ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊവൈഡ് എനി 5 മാറ്റേഴ്സ് CAF ഷുഡ് കൺസിഡർ വൈൽ പ്ലാനിങ് ദ അറ്റൻഡൻസ് അറ്റ് ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ്. ഈ ഇൻവെൻട്രി കൗണ്ടിങ് പ്രോസസ്സിനെ നേരിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏത് SA ആണ്? SA 501. SA 501 മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദ ഇൻവെൻട്രി, ദ റിസ്ക് ഇൻവോൾവ്, ടൈമിംഗ് ഓഫ് ഇൻവെൻട്രി കൗണ്ടിങ്, ഇൻവെൻട്രി മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്, വെദർ ദർ ഇസ് എ റിക്വയർമെന്റ് ടു ബ്രിങ് ദ വർക്ക് ഓഫ് എൻ എക്സ്പെർട്ട്, ഓർ ജസ്റ്റ് എക്സ്പെർട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ആ പോയിന്റ്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്സ്. എനിക്കൊന്നൊരു 7 പോയിന്റാണ് SA 501 ഇത് ഉള്ളത്. SA 501 ഇൻവെൻട്രീൻ്റെ അറ്റൻഡൻസ് നോക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് എവിടെ പോയി? Yes, matters relevant in planning, nature of inventory, stage of completion, risk involved, nature of the internal control, the type of inventory keeping system, timing of inventory counting, and also the need for an expert to be included. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി പറ്റുമെങ്കിൽ കാണിക്കുക. കാരണം 4 മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട്. ആൻഡ് SA 501 എന്താണെന്ന് ഒരു SA ബേസ്ഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ആസ് പെർ SA 501 ഓഡിറ്റ് എവിഡൻസ് സ്പെസിഫിക് കൺസിഡർ ഫോർ സെലക്ട് ഐറ്റംസ് ദി ഓഡിറ്റേഴ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഒബ്റ്റെയിൻ sufficient appropriate evidence regarding the existence and condition of inventory. For that purpose, auditor has to attend the inventory counting process, observe the inventory counting process of the client, following other factors to be considered in doing the physical inventory counting process എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത്രയേ ഉള്ളൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ. നെക്സ്റ്റ്, the audit team started the audit and verified the ledger and other books of accounts. Okay, സിനിമ തിയേറ്റർ ആണ്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൽ മൾട്ടിപ്ലെക്സ് സിനിമ ലിമിറ്റഡ്. തിയേറ്ററിൻ്റെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ക്യാൻ യു ഗൈഡ് ഓഡിറ്റ് ടീം അബൌട്ട് ദ ഏരിയസ് വിൽ ബി കവർഡ് ഇൻ വെരിഫൈങ് ദ ഇന്റേണൽ കൺട്രോൾ. അഗെയിൻ നമ്മൾ മറ്റേ വിബ്ജിയോർ കളർ ഫോർമാറ്റിൽ കളർ കോഡിങ്ങിൽ നമ്മൾ ഈ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 7 സ്റ്റെപ്പായിട്ടുള്ള സംഭവം. അതിൽ ഇന്റേണൽ കൺട്രോൾ, ഹോസ്പിറ്റലല്ലോ തിയേറ്ററിൻ്റെ ഇന്റേണൽ കൺട്രോളിനെ പറ്റിയിട്ടുള്ള സംഭവം. ആ കളർ കോഡിങ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ കളർ ഭയങ്കരമായിട്ട് ഇറച്ച് നിൽക്കും. അതിൽ ഇന്റേണൽ കൺട്രോളിൽ എനിക്ക് തോന്നുന്നു നമുക്ക് 4-5 പോയിന്റ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു 4 പോയിന്റ് 5 പോയിന്റ് എഴുതി വെക്കുക.
ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലത്തെ ആ കളർ കോഡിങ് വരുന്ന ടോപ്പിക്ക് ഞാൻ എൻ്റെ നോട്ട്സ് യൂട്യൂബ് ലൈവിലായിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ആ സംഭവം. ജസ്റ്റ് ഷോ എ ഗ്ലിംസ് ഓഫ് ദാറ്റ്. കാരണം ഈ കളർ നിങ്ങൾക്ക് ഇത് പതറിപ്പോവും അങ്ങനെ അല്ലേ. നമ്മൾ ഈ കളർ കോഡിങ്ങിൽ പഠിച്ചിട്ടുള്ള സംഭവമില്ലേ, അതിൽ യെല്ലോ കളറിലാണ് എന്തുവാ ചെക്കിങ് ദ ഇൻറ്റേർണൽ കൺട്രോൾസ് വരുന്നത്. ഇൻറ്റേർണൽ കൺട്രോൾസ് വരുന്നത് യെല്ലോ കളർ കോഡിംഗ് ആണ്. ഹോസ്പിറ്റൽസിൻ്റെ തന്നിട്ടുണ്ട്, ഹോസ്പിറ്റൽസിൻ്റെ ആ കളർ കോഡിങ്ങിൽ വരുന്ന യെല്ലോ പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, അത് എഴുതി വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീർന്നല്ലോ. 6th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സി പാർട്ട്. The author shall take into consideration the reporting objectives of the engagement so as to plan the timing of different audit procedures and also the nature of communications, audit strategy. Predicted question. Essay 300-ത്തെ how to develop audit strategy-ൽ 5 headings ഉണ്ട്. Identifying the characteristics of the engagement, ascertain the reporting objectives and the timing of the what different communications to be made. ആൻഡ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ മറ്റേ ഡയറക്റ്റിംഗ് ദ എൻഗേജ്മെൻറ്റ് ടീംസ് എഫേർട്ട്, കൺസ്യൂമർ റിസൾട്ട് ഓഫ് ദ PEA, അസർട്ടൈനിങ് ദ NTE ഓഫ് റിസോഴ്സസ്. 5 ഹെഡിങ്സ് ആണല്ലോ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ. ഓരോ ഹെഡിങ്ങിൻ്റെയും താഴെ വരുന്ന 3-4 പോയിന്റ്സ് അത് പഠിക്കണം. അത് May 24 ചോദിച്ചു, September 24 ചോദിച്ചു, Jan 25 ചോദിച്ചു, May 25 ചോദിച്ചു. എല്ലാ അറ്റംപ്റ്റും മാറി മാറി വരുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു ഏരിയ കാണിച്ചു തരാം നമുക്ക്. അതായത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വന്നു എന്ന്. ഞാനത് ഓൾറെഡി RTP MTP നമ്മൾ പറയുന്ന സംഭവമാണ് ഒരുപാട്. എന്നാലും ഇപ്പോൾ അതേ സെപ്റ്റംബറിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ ഞാൻ ഈ സംഭവം. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിറ്റ് സ്ട്രാറ്റജിയിലത്തെ. ഓക്കെ, ഐഡൻറ്റിഫൈങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെൻറ്റിൻ്റെ അകത്ത് 4 പോയിന്റ്. Jan 25 ഇത് ചോദിച്ചു 5 മാർക്കിന്. അതിനുശേഷം അസർട്ടൈനിങ് ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് 5 പോയിന്റ്. ഇതാണ് ഇപ്പോൾ May 25 ചോദിച്ചേക്കുന്നത്. കൺസിഡർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു ഡയറക്ട് ദ എൻഗേജ്മെന്റ് ടീംസ് എഫേർട്ട്. ഇതാണ് Jan 25 MTPയിലും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ May 24 എക്സാം ചോദിച്ചിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ വരുന്ന ഈ ആദ്യത്തെ 3 ഹെഡിങ്സിൽ വരുന്ന സബ് പോയിന്റ്സ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാ റിവിഷൻ വീഡിയോസിലും പറയാറുണ്ട്. അത് ഇത്തവണയും വന്നു. 4 മാർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് 4 മാർക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ലാസ്റ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 2-3-4 അറ്റംപ്റ്റിന് ശേഷം വീണ്ടും ഒരു കംബാക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഷെഡ്യൂൾ 3-ത്തെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. അഗെയിൻ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ ഞാൻ നമ്മുടെ RTP MTP വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരും അല്ലേ. ഒന്നെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് AS ലോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഹൗ ടു വൗച്ച് ഓർ വെരിഫൈ എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ ഫ്രെയിംവർക്ക് വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ മറ്റേ കംപ്ലീറ്റ്നെസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, വാല്യുവേഷൻ ഓർ ആക്യുറസി, ആ സ്പെസിഫിക് അസർഷൻസ് 5 പോയിന്റ് വെച്ചിട്ട് 10 എണ്ണത്തിൻ്റെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓർ 4ാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഷെഡ്യൂൾ 3 ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. ഷെഡ്യൂൾ 3 ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൻ്റെ ബാക്കിൽ ഞാൻ 10 നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ടിൽ നോട്ട് നമ്പർ CSR അല്ലേ, CSRൻ്റെ നോട്ട് വന്നിട്ട് എത്രാമത്തെ നോട്ടാണ്, നോട്ട് നമ്പർ 4. നോട്ട് നമ്പർ 4, ദ അൺസ്പെൻഡ് അമൗണ്ട് ഓഫ് CSR സംബന്ധിച്ചിട്ടുള്ള ഡിസ്ക്ലോഷർ. വെദർ ദ കമ്പനീസ് കവർഡ് സെക്ഷൻ 135 ദ ഫോളോയിങ് ഷാൽ ബി ഡിസ്ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു CSR ആക്ടിവിറ്റി. അമൗണ്ട് നമ്മൾ ഓർമ്മയില്ലേ ക്ലാസ് റൂമിൽ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് മറ്റേ ഇൻഫോസിസിൻ്റെ CSR ആക്ടിവിറ്റി വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ എന്നൊക്കെ ചുമ്മാ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞിട്ട് പുലിയെ പിടിക്കാൻ പോകുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിൻ്റെ ആ സംഭവം ഈ A to H പോയിന്റ്സ് അത് ഫുൾ എഴുതിക്കോ, എങ്കിൽ അതിൻ്റെ ചോയ്സ് മാർക്ക്. സോ ദിസ് ഓർ ദിസ് ഏതാണോ കൂടുതൽ ഓർമ്മയുള്ളത് അത് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ആണ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്. ഭയങ്കര വാനില, ബേസിക്, സ്ട്രേറ്റ് ഫോർവേഡ്, പ്ലെയിൻ, സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്. സെപ്റ്റംബർ അതുകൊണ്ട് ഇവന്മാർ എങ്ങനെയാക്കാന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഈ മെയിൽ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പ് 2 വളരെ നന്നായിട്ട് എഴുതാൻ പറ്റിക്കാണുമെന്നും ഓഡിറ്റിങ്ങിൽ നല്ലപോലെ എക്സംഷൻ 60, 65, 70, 75 മാർക്സിലോട്ടൊക്കെ കിട്ടുമെന്നും പ്രതീക്ഷയോടെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ഇവിടെ തീർക്കുന്നു. സോ യെസ്, ബി കോൺഫിഡൻറ്റ്, ബി ഒപ്റ്റിമിസ്റ്റിക്, സ്റ്റേ സേഫ്, ബൈ.